ഇപ്പോൾ ഈ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ കർണാടക ഗവൺമെൻറ് ചെയ്തു കഴിഞ്ഞു. അവിടെ NDRF, SDRF, ആർമി വേണമെന്ന് ആവശ്യപ്പെട്ടു, ആർമി വന്നു. നേവി വേണമെന്ന് ആവശ്യപ്പെട്ടു, നേവി വന്നു. അവരെല്ലാം ഇപ്പോഴും അവിടെ പുഴയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്തുകയാണ്. അതുകൂടാതെ തന്നെ ഈ ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് എക്സ്പേർട്ട് ടീമിനെ മിനിഞ്ഞാന്ന് ഇവിടെ കൊണ്ടുവന്നു. മലയാളിയായിട്ടുള്ള ഇന്ദ്രപാലനാണ് അതിൻ്റെ ടീം ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ 4 പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. 4 പോയിൻ്റ്. ആ 4 പോയിൻ്റിൽ ലോറി ഉൾപ്പെടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. പക്ഷെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ നേവി ഇറങ്ങി തിരിച്ചു കയറി. കാരണം അവിടെ ഈ അണ്ടർ കറണ്ട് അതിശക്തമാണ്. 6 to 8 knots-ആണ് അണ്ടർ കറണ്ട്. ഈ നേവിക്ക് ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റാവുന്ന നോട്ട്സ് 2.5 ആണ്. 3 knots ആണെങ്കിൽ അത് വളരെ നമുക്ക് അവരുടെ സുരക്ഷയും കൂടെ നോക്കേണ്ട വിഷയമാണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 2.5 മാത്രം ഇറങ്ങാൻ പറ്റുക. പക്ഷേ ഇത് 6 to 8 knots ഉണ്ട് അവിടെ അണ്ടർ കറണ്ട്സ്. ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒടുവിൽ ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചത് ഈ ഫ്ലോട്ടിംഗ് വെസൽ ഉണ്ടാക്കുക. ഇപ്പോൾ ഗോവയിൽ നിന്ന് എല്ലാം വന്നു, ഇന്നലെ എല്ലാം വന്നു. ഇന്നിപ്പം ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റിലും ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കിക്കൊണ്ട് ആളുകൾ ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോഴവിടെ എടുത്ത തീരുമാനം. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഓരോ ദിവസവും കർണാടക ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ലീഡർഷിപ്പിലുള്ള ഒരു കമ്മിറ്റി എല്ലാ ദിവസവും ഇവർ റിവ്യൂ നടത്തുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഓരോ ദിവസത്തെ ഡെവലപ്മെൻറ്റ്സ് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും നേവിയോടും ആർമിയോടും അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ട ഗവൺമെൻറ് ഇപ്പോൾ കഴിഞ്ഞൊരു 8-9-10 ദിവസമായി ഈ ഫോഴ്സ് എല്ലാം അവിടെ നിൽക്കുകയാണ്. കാരണം എങ്ങനെങ്കിലും ഇതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം. അർജുനെ കണ്ടെത്തുക തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അവിടെ 2 കർണാടകക്കാരെ ഇനിയും കിട്ടാറുണ്ട്. പക്ഷെ ഇത് അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്രയോ 1000 ടൺ മണ്ണാണ് ആ പുഴയിൽ മാത്രം പോയിട്ടുള്ളത്. 4ഓളം തുരുത്ത് വന്നിരിക്കുന്നു അവിടെ. ആ മണ്ണ് വന്ന ഫോഴ്സിനനുസരിച്ചുള്ള വെള്ളം അടുത്ത നെക്സ്റ്റ് ബോർഡറിൽ 4 വീടും എടുത്ത് പോയിരിക്കുന്നു. അപ്പോൾ അതിലെത്ര പേര് പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കുറേ ആൾ ഓടി പോയി രക്ഷപ്പെട്ടു. ഒരു വല്ലാത്തൊരവസ്ഥ ആ സിറ്റുവേഷൻ പോയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലോട്ടിംഗ് വെസൽ വരുന്നതോടുകൂടി എനിക്ക് തോന്നുന്നത് ഇന്നും നാളെയും കൊണ്ട് ഒരു റിസൾട്ട് കാണാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇല്ല. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടി. ഇന്നലെ ആ മീറ്റിങ്ങിൽ കലക്ടർ കൃത്യമായി പറഞ്ഞു, കർണാടക ഗവൺമെൻറ് ആവശ്യപ്പെട്ടു എക്സ്റ്റൻഷൻ കൊണ്ട് എഴുതി കൊടുക്കാൻ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഈ ഫോഴ്സിനെല്ലാം കത്ത് കൊടുത്തു കഴിഞ്ഞു. നേവിക്കും ആർമിക്കും കണ്ടിന്യൂ ചെയ്യണം. എന്തെങ്കിലും റിസൾട്ട് വേണം. കാരണം 4 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ആ 4 സ്പോട്ട് വെച്ചുകൊണ്ട് തന്നെ ലോറി ഒന്നെടുക്കണം. പിന്നെ ക്യാബിനിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഡൈവേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. ക്യാബിൻ്റെ അകത്ത് ഇന്നലെ ഞാൻ തെർമൽ സ്കാനിങ് നടന്നു. തെർമൽ സ്കാനിങ്ങിന് ശേഷമാണ് ഒരു പോയിൻ്റ് കൂടി കിട്ടിയത്. അപ്പം മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതായാലും ഇന്നും നാളെയും കൊണ്ട് റിസൾട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ വലിയ പ്രതീക്ഷ. അതാണ് അവിടുന്ന് കിട്ടുന്നൊരു വിവരം. ഇപ്പോഴും ഈ പുഴ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. 4 പോയിൻ്റ് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ ഇന്ദ്രപാലൻ അവരുടെ സംഘം വന്ന് ഡ്രോൺ വെച്ചുകൊണ്ട് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ 4 പോയിൻറ്റും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പം പുഴയിൽ നടക്കുന്നത്. ഇത് നേവി രാവിലെ ഇറങ്ങാൻ കഴിയില്ല. കാരണം അടിയൊടുക്ക് അതിശക്തമാണ്. 6 to 8 ഞാൻ പറഞ്ഞ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഫ്ലോട്ടിംഗ് വെസൽ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലോട്ടിംഗ് വെസൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇരുമ്പിൻ്റെ റോഡ് ഇറക്കി അത് പിടിച്ച് ആൾക്ക് താഴെ ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. അല്ലല്ല, അതൊന്നും ഒരിക്കലും ശരിയല്ല. കർണാടക ഗവൺമെൻറ്, കർണാടക മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാരെല്ലാം കാണിച്ച ഒരു താല്പര്യമുണ്ട്. അവർ സൈറ്റിൽ വന്നു, യോഗം നടത്തി. ഇവിടെ ഈ കുടുംബം ആവശ്യപ്പെട്ട പോലെ ആർമിയെ വിളിച്ചു.
ഇവരെല്ലാം അവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ ആരും പോയില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗവൺമെൻറ്റിനെ ചെയ്യാൻ കഴിയാതെ മനുഷ്യസാധ്യമായി എല്ലാം അവിടെ ചെയ്തിരിക്കുന്നു. അതിലൊന്നും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ കുടുംബം കഴിഞ്ഞ 11 ദിവസമായി എനിക്ക് തോന്നുന്നു ഈ വേദനിച്ച് കഴിയുകയാണ്. അപ്പോൾ ആ കുടുംബത്തെ ഓർത്തെങ്കിലും ആരും ദയവ് ചെയ്ത് ഈ ഒരു സൈബർ അറ്റാക്ക് നടത്തരുത്. എല്ലാവരും അതൊരു ചർച്ചയാക്കരുത്, വിവാദമാക്കരുത്. അതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്.